ഈ കുതിരയുടെ വായിൽ എന്താണ് ഒരു ചാക്കിട്ടിട്ടുണ്ട്. ഇവന് കടിക്കുമെന്നാണ് തോന്നുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നും കൊൽക്കട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ചെന്നൈ വരെ ഇൻഡിഗോ എയർവേസിലായിരുന്നു. ചെന്നൈയിൽ നിന്നും നമ്മൾ കൊൽക്കട്ടയിലേക്ക് പോകുന്നത് കൊറണ്ടൻ എയർവേസിലാണ്. നെതർലാൻഡ്സിൻ്റെ എയർലൈൻസ് ആണ്. പാസഞ്ചേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കൊറണ്ടൻ എയർവേസുമായിട്ട്. അപ്പോൾ അത് ലീസിനെടുത്തിരിക്കുകയാണ്. ആ ഒരു എയർക്രാഫ്റ്റിലാണ് പോകുന്നത്. നല്ല സൗകര്യങ്ങളാണ് കേട്ടോ, അടിപൊളി നല്ല സൗകര്യങ്ങളൊക്കെയാണ്. കൊൽക്കട്ടയിൽ ചെന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. പാർക്ക് സ്ട്രീറ്റിലുള്ള സിയാംടെക് ഹോട്ടലിലാണ്. സിയാംടെക് ഹോട്ടലിലെ 306 നമ്പർ റൂമാണ് എനിക്ക് അലോട്ട് ചെയ്യുന്നത്. മെട്രോ സ്റ്റേഷൻ അകത്തോട്ട് പോവുകയാണ് നമ്മൾ. മെട്രോ സ്റ്റേഷൻ ഇവിടെയാണ്, പാർക്ക് സ്ട്രീറ്റിലെ. ഇതാണ് അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ സ്റ്റേഷൻ. പാർക്ക് സ്ട്രീറ്റിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കാളിമന്ദിറിലോട്ടാണ്. 10 രൂപയുള്ള ഒരാൾക്ക് ടിക്കറ്റ്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. നമ്മൾ കാളിഘാട്ടിലെത്തിയിരിക്കുകയാണ്. കാളിഘാട്ട് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് കാളിമന്ദിരത്തിലോട്ട് പോകേണ്ടത്. ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. മുഴുവൻ അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. സ്റ്റേഷൻ മാത്രം ഇതേപോലെ വെട്ടമുണ്ട്, ബാക്കി മുഴുവൻ അണ്ടർഗ്രൗണ്ടാണ്. ഇങ്ങനെയാണ്, ഇതിനുള്ളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. കൽക്കട്ടയിലെല്ലാം പഴയതരം കെട്ടിടങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് മുതലുള്ള കെട്ടിടങ്ങളാണ്. ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് എങ്കിൽ തന്നെയും മിക്സ്ചറാണ്. കൂടുതലും പഴയ കെട്ടിടങ്ങളാണ്. അവിടെ തന്നെ ആളുകളത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് ജീവിച്ച് പോവുകയാണ്. ആ വീടുകളിലൊക്കെ നമ്മൾ കാളിമന്ദിറിലോട്ട് പോകുമ്പോൾ ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ വന്നത്. മെയിൻ റോഡിൻ്റെ അതിലേയും വരാം. അവിടെ നല്ല തിരക്കാണ്. കാളിമന്ദിറിൻ്റെ എൻട്രൻസ് ആണ്. ഇതാണ് കൽക്കട്ടയിലെ പ്രസിദ്ധമായ കാളിഘാട്ട് അല്ലെങ്കിൽ കാളിമന്ദിർ. വളരെ പ്രസിദ്ധമാണ്. വളരെ വിശ്വാസികൾ എല്ലാവരും എത്തുന്ന, ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ കാളി ക്ഷേത്രമാണ്. വലിയ തിരക്കാണ്. ക്യൂ നിന്ന് വേണം തൊഴാനായിട്ട്. ഒരുപാട് ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂവിൽ വന്ന് ഞങ്ങൾ തൊഴുത് അകത്ത് വീഡിയോഗ്രാഫി എടുപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് വെളിയിൽ വന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. കാളിമന്ദിരം, കാളി അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ബിർള പ്ലാനറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഒരു ഓട്ടോ പിടിച്ച് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ബിർള പ്ലാനറ്റോറിയം. സൗരയൂഥത്തിലെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണിത്. വർഷങ്ങളായിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ ഷോയുണ്ട്. അകത്ത് വീഡിയോഗ്രാഫി അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് കാണിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, വളരെ പ്രശസ്തമാണ് MB ബിർള പ്ലാനറ്റോറിയം. സൗരയൂഥത്തിലെ മിൽക്കി വേ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഈ സ്ഥാപനം
ടിക്കറ്റ് വെച്ചാണ് കാണിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. അപ്പോൾ അടുത്ത ഷോയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. ആളുകളൊക്കെ ഷോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ്. ടിക്കറ്റ് 140 രൂപ, 140 രൂപയാണ് ടിക്കറ്റ്. സ്കാനിങ്ങിലൂടെ അകത്ത് കയറ്റുന്നു. അകത്താണ് ഷോ നടക്കുന്നത്. 30 മിനിറ്റ്സിലെ പ്രോഗ്രാമാണ്. മുമ്പേ തന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡിവൈസിൽ നിന്നാണ് ഇവർ കാണിക്കുന്നത്. മുകളിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ താഴെ ഇരുന്നിട്ട് മുകളിലോട്ടാണ് നോക്കേണ്ടത്. മുകളിലുള്ള ഷോയാണ്. കൽക്കട്ടയിലെ പ്രശസ്തമായ വിക്ടോറിയ പാർക്കാണിത്. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥമുണ്ടാക്കിയ വിക്ടോറിയ മ്യൂസിയമാണ് ഇപ്പോഴകത്ത് പ്രവർത്തിക്കുന്നത്. വളരെ മനോഹരമായ വെണ്ണക്കല്ലിൽ തീർത്ത, മാർബിളിൽ തീർത്ത കൊട്ടാര സദൃശ്യമായ മ്യൂസിയമാണ്. അകത്ത് കയറിയാൽ ഒരുപാടുണ്ട് കാണാനായിട്ട്. അകത്ത് വീഡിയോഗ്രാഫി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ പൂന്തോട്ടങ്ങളാൽ അലങ്കരിച്ച വിക്ടോറിയ പാർക്ക് കാണാനായിട്ട് വളരെ ഭംഗിയാണ്. വിക്ടോറിയ പാർക്കിൻ്റെ മുൻവശത്തും 4 വശത്തുമായിട്ട് ഒരുപാട് പൂച്ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാർഡനാണ്. വളരെ മനോഹരമായ കളറുകളുള്ള ഡാലിയയും റോസയും ഒക്കെയാണ്. പൂന്തോട്ടം പൂക്കളാൽ സമ്പുഷ്ടമാണ്. എന്ത് രസമാണെന്ന് നോക്കി. വിവിധ നിറത്തിലുള്ള ഡാലിയയാണ്. റോസയൊക്കെ ആണെങ്കിൽ കടും നിറത്തിലുള്ള റെഡും റോസ് കളറും ഒക്കെയാണ്. വിക്ടോറിയ പാർക്കിനുള്ളിലെ ഒരു തടാകമാണ്. വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ചുറ്റിനും ആളുകൾക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ, വിശ്രമിക്കാവുന്ന രീതിയിലുള്ള തരത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. വിക്ടോറിയ പാർക്കിന് മുൻവശമായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, ഹോഴ്സ് റൈഡിങ്. അതിനു വേണ്ടിയിട്ട് റോഡ് സൈഡിൽ തന്നെ ഒരുപാട് കുതിരകളെ നിർത്തിയിട്ടുണ്ട്. മിക്കതും രഥമാണ്. ഇതിൻ്റെ മുകളിൽ 4 പേർക്ക് ഇരിക്കാം. ഒരു രഥത്തിലുള്ള യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ യാത്ര ചെയ്യാവുന്നതാണ്. കൽക്കട്ടയിൽ ഇതേപോലെ ഒരുപാട് രഥം ഇവിടെ ഉണ്ട്. ഇതിനപ്പുറത്തെ സ്റ്റേഡിയമാണ്. മുഹമ്മദൻ സ്റ്റേഡിയവും മോഹൻ ബഗാൻ സ്റ്റേഡിയം, ഈസ്റ്റ് ബംഗാൾ സ്റ്റേഡിയം എല്ലാം ഇതിനപ്പുറത്താണ്. പല നിറത്തിലുള്ള രഥമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കുതിരയുടെ വായിൽ എന്താണ് ഒരു ചാക്കിട്ടിട്ടുണ്ട്. ഇവന് കടിക്കുമെന്നാണ് തോന്നുന്നത്. വളരെ രസമാണ് കേട്ടോ. ഇതൊരു ഗോൾഡൻ ചാരിയറ്റ്. കുതിര സവാരി, സിംഗിൾ കുതിര സവാരിക്ക് 100 രൂപയാണ്. ചെറിയ ദൂരത്തിന്. കൂടിയ ദൂരം പോവുകയാണെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ച് ചാർജുള്ളത്. ഫുട്പാത്തിലൂടെയൊക്കെ പോകാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഹൽദിറാം റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ബംഗാളി താലി കിട്ടുന്ന ഇടമാണ്. ബംഗാളി താലിയിൽ റൈസ് ഉണ്ട്, ബസ്മതി റൈസ്, മിക്സഡ് വെജിറ്റബിൾ, ഡാലുണ്ട്, റുമാലി റൊട്ടിയുണ്ട്, കൂടാതെ പനീർ മട്ടറുണ്ട്, ഗുലാബ് ജാമുനുണ്ട്. കൽക്കട്ടയിലെ ബസ്സുകളെല്ലാം തന്നെ പഴയ ബസ്സുകളാണ്. തടി കൊണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ബസ്സുകൾ കാണാം നമുക്കിപ്പോഴും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതുപോലുള്ള ബസ്സുകൾ ഓടാൻ അനുവദിക്കത്തില്ല. പക്ഷേ ഇവർ പഴയതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ അംബാസഡറിലാണ്. പീലാഗാഡി എന്നറിയപ്പെടുന്ന കൽക്കട്ടയിലെ പഴയ അംബാസഡറിലാണ്. ഇപ്പോൾ ഈ വണ്ടി കുറഞ്ഞിരിക്കുകയാണ്. ആകെ 10% മാത്രമേ ഈ വണ്ടിയുള്ളൂ. ഈ അംബാസഡറിൽ മഞ്ഞ കളറിലെ അംബാസഡർ. മുമ്പ് കാണുമ്പോൾ റോഡ് മുഴുവനും നിരത്തുകളിൽ ഈ വണ്ടിയായിരുന്നു. രാജ്ഭവൻ. ഈ വലതുവശത്ത് കാണുന്നതാണ് രാജ്ഭവൻ. ഗവർണർ ഹൗസ്. ഓക്കെ. നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആൾ വണ്ടിയെക്കൂട്ട് തന്നെ പ്രായമുള്ള ഒരാളാണ്. പ്രായമുള്ളൊരു ചേട്ടനാണ്. ക്യാ നാം ആപ്കാ? ബിലം വിശ്വാസ് ചേട്ടൻ ഒരുപാട് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പഴയ അംബാസഡറിലാണ് നഗരം ചുറ്റാനായിട്ട് ഇറങ്ങിയത്. ആ കാണുന്നതാണ് ഏദൻ ഗാർഡൻ സ്റ്റേഡിയം. ഏദൻ ഗാർഡൻ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ആ കാണുന്നത്. അതിന് തൊട്ട് വലതുവശത്തായിട്ട് കാണുന്നത് ആകാശവാണിയുടെ
റേഡിയോ സ്റ്റേഷനാണ്. ഏദൻ ഗാർഡൻ സ്റ്റേഡിയവും ആകാശവാണിയുടെ റേഡിയോ നിലയവും അടുത്തടുത്താണ്. വഴിയിലൊക്കെ ആളുകൾ ഉറങ്ങുന്നത് കാണാം. കൽക്കട്ട എത്രത്തോളം പുരോഗമിച്ചുവോ അത്രത്തോളം തന്നെ അതിന് പഴമയുമുണ്ട്, ചരിത്രം പറയാനുമുണ്ട്. ബ്രിട്ടീഷുകാർ ആദ്യം ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയിരുന്നത് ഈ മഹാനഗരമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടർ ആയിരുന്നു. പിന്നീടാണ് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റപ്പെടുന്നത്. വളരെ പുരാതനമായ ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. ഈ കാണുന്ന വൈറ്റ് ബിൽഡിംഗാണ് ജനറൽ പോസ്റ്റ് ഓഫീസ്, കൊൽക്കത്ത ജനറൽ പോസ്റ്റ് ഓഫീസ് GPO. വലിയൊരു ബിൽഡിംഗാണ്. വലിയ മനോഹരമായൊരു ബിൽഡിങ്ങിലാണ് ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കൽക്കട്ട പോലീസിൻ്റെ ആസ്ഥാനമാണ്, കമ്മീഷണർ പ്രസിഡൻസി ഡിവിഷൻ. റിസർവ് ബാങ്ക്, ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൊൽക്കട്ടയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഇവിടെയാണ്, ഈ കാണുന്നതാണ്. നമ്മൾ ഹൗറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ തിരക്കേറിയ ഒരു നഗരം. ആ നഗരത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ചരിത്രങ്ങളും കാണാനേറെയുണ്ട്. ഒരു തവണ വന്നാലൊന്നും കണ്ടു തീരാവുന്ന ഒന്നല്ല കൽക്കട്ട. ഒരുപാട് കാണാനും കേൾക്കാനും, ബംഗാളിയുടെ തനതായ രുചികളും കലകളും അറിഞ്ഞ് ഗ്രാമത്തിലൂടെയൊക്കെ യാത്ര നടത്തിയാൽ മാത്രമേ നമുക്ക് ബംഗാളിനെ മനസ്സിലാകൂ. രവീന്ദ്രനാഥ ടാഗോറും സ്വാമി വിവേകാനന്ദനും സുഭാഷ് ചന്ദ്രബോസുമെല്ലാം ഇവിടുത്തെ അഭിമാന കഥാപാത്രങ്ങളായി മാറുമ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ് അവരെല്ലാം എന്ന് തോന്നിക്കും വിധമാണ് ഇവരുടെ നഗരത്തിലൊക്കെ ഓരോ ശില്പങ്ങളാണേലും ഒക്കെ തീർത്തിരിക്കുന്നത്. ഈ ജംഗ്ഷനിലും ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ കാണാം. कौन सा जंक्शन है? हाँ, ये कौन सा जंक्शन है? ये जंक्शन नहीं, डलहौसी एरिया, ऑफिस पारा. डलहौसी एरिया, डलहौसी एरिया, ऑफिस पारा. നമ്മുടെ മഞ്ഞ വണ്ടി അങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പഴക്കത്തിൽ ചെന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും. പഴയ കെട്ടിടങ്ങൾ റെഡ് കളറിലെയും മഞ്ഞ കളറിലെയുമുള്ള ഒരുപാട് കെട്ടിടങ്ങളാണ്. സാധനങ്ങൾ കൊണ്ടുപോകാനായി റിക്ഷാ വണ്ടിയിലാണ് ഇപ്പോഴും ആളുകൾ സാധനങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത്. പഴമയുടെ കെട്ടിടങ്ങൾ എവിടെയും കാണാം. സ്റ്റാൻഡ് റോഡ്, ഹൗറ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇത് വെജിറ്റബിൾ മാർക്കറ്റാണ്. അതിന് പറ്റ തന്നെ മീനിൻ്റെ മത്സ്യ മാർക്കറ്റും ഉണ്ട് അടുത്ത് തന്നെ. ഇവിടെ നിന്നാണ് വിവിധ ഭാഗങ്ങളിലേക്ക് പച്ചക്കറിയും മീനുമൊക്കെ കയറ്റി പോകുന്നത്. രവീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന ഹൗറ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും വലിയ തൂക്കുപാലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ. ഡ്രൈവർ സാർ പറയുന്നത് ഒരു സൈഡിൽ ഒരു തൂണും മറ്റൊരു സൈഡിൽ മറ്റൊരു തൂണുമാണ് ഹൗറ ബ്രിഡ്ജിനുള്ളത്. ബാക്കിയെല്ലാം മുകളിൽ കൂടിയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ബ്രിട്ടീഷുകാർ പണിതതാണ്. कितना साल हो गया होगा? 80 साल हो गया. 80 साल पार हो गया. 80 വർഷത്തിന് മുകളിലായി ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ട്.
അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൗറ ബ്രിഡ്ജ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലം. രവീന്ദ്ര സേതു എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. നല്ല തിരക്കാണ്. ഇരുവശത്തും റോഡാണ്, ഡബിൾ റോഡാണ്, നല്ല വീതിയുണ്ട്. സൈഡിൽ കൂടി ഫുട്പാത്താണ്. ഹൂഗ്ലി നദിയാണ് താഴെ ഒഴുകുന്നത്. തൊട്ടപ്പുറത്തായിട്ടാണ് ഹൗറ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഏകദേശം ഹൗറ ബ്രിഡ്ജിൻ്റെ ഇങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയാണ്. രണ്ട് വലിയ ഭീമാകാരമായ തൂണിലാണ് ഇത് തൂക്കി നിർത്തിയിരിക്കുന്നത്. മുകളിലായാണ് ഇതിൻ്റെ കണക്ഷൻ മുഴുവൻ ലോഹത്തിൽ ഇരുമ്പിലൊക്കെ ആയിട്ട് തീർത്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ് റെഡ് സ്റ്റൺ ഹോട്ടൽ. കൽക്കട്ടയുടെ ബിൽഡിങ്ങുകളെല്ലാം ഏതാണ്ട് ഇതേ കളറിലാണ്, ചുമപ്പും മഞ്ഞയും കലർന്ന. പാർക്ക് സ്ട്രീറ്റിലെ പാർക്ക് സ്വീറ്റ് നല്ല മിഠായി കടയാണ്. കൽക്കട്ടയിൽ പലതരത്തിലുള്ള ഹോട്ടലാണുള്ളത്. ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നൊരു ഹോട്ടലാണ്. സാധാരണക്കാർക്ക് മുതൽ കഴിക്കാവുന്ന തരത്തിലുള്ള ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. ഇത് സാധാരണപ്പെട്ട ആളുകളും തൊഴിലാളികളൊക്കെ കഴിക്കുന്നൊരു ഹോട്ടലാണ്. കൽക്കട്ടയിൽ നിർത്തലാക്കിയ ഒരു സംഭവമാണിത്. എന്നിട്ടും ഇപ്പോഴും ഓടുന്നുണ്ട്. ടേങ്കഗാഡിയാണിത്. ആളുകളെ വച്ചുകൊണ്ട് ഓടുന്ന വണ്ടി. ശിവശങ്കർ പാസ്വാനാണ്. ടേങ്കഗാഡി കിतना साल से चला रहा है? 40 साल से 40 വർഷമായിട്ട് ടേങ്കഗാഡി ഓടിക്കുന്ന ആളാണ്. സാമാൻ ഓർ ആദ്മി ചടാത്തെ ദോനോ ദോ ആദ്മി ചടാത്തെ, രണ്ട് പേരെയാണ് കയറ്റുന്നത്. ആള് തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ടേങ്കഗാഡി വലിക്കുന്നത് നിർത്തലാക്കിയതിന് ശേഷം വളരെ കുറവാണ്. എങ്കിൽ തന്നെയും ഏതാനും ചിലർ ഇപ്പോഴും ഇതേപോലെ ആളുകളെയും സാധനങ്ങളെയും കയറ്റി വലിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകൾക്കിടയിലും അവർ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടി നടക്കുന്നു. കൽക്കട്ടയിലെ സ്ഥലങ്ങളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോവുകയാണ്. കൽക്കട്ട എയർപോർട്ടിൽ നിന്നും കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.